അതൊരു ഡൊമിനാറല്ലേ പോകുന്നത്? 250 ആണെന്നാ തോന്നുന്നത്. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഹായ് ബ്രോ, തിരക്കിലായിരുന്നോ? ഞാൻ യൂട്യൂബിൽ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആണോ? ഒന്ന് സ്വാപ്പ് ചെയ്ത് ഓടിച്ച് നോക്കുന്നോ? തിരക്കാണോ? ആണോ? എന്നാൽ എങ്ങോട്ടാന്ന് വെച്ചാൽ പൊക്കോ, ഞാൻ പുറകെ വന്നോളാം. കുറച്ച് കഴിയുമ്പോൾ എപ്പോഴേലും നിർത്തിയാൽ മതി. ആ ഓക്കെ. എന്നാൽ ഞാൻ മുന്നേ പോവാം. കോളേജിൻ്റെ മുന്നേ എപ്പോഴേലും നിർത്തിയാൽ. പിന്നെ ജസ്റ്റ് വണ്ടിയെപ്പറ്റി ഒരു അഭിപ്രായം പറയാനൊരു വേണമെങ്കിൽ ചെയ്തോ കേട്ടോ. ലാസ്റ്റ് പേരെങ്ങനെയായിരുന്നു? പോകാം. ഓ മാൻ, ബീഫി ലുക്ക്. ബീഫി ലുക്ക് മാത്രമല്ല, ബീഫി ഫീലും. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ 250 ആണെന്ന്. ബാക്ക് ടയർ കണ്ടോണ്ടാണ്. പക്ഷെ എല്ലാം സംഭവം 400 തന്നെയാണ്. ഒരു 373.3cc സിംഗിൾ സിലിണ്ടർ DHC 4 സ്ട്രോക്ക് 4 വാൽവ് ട്രിപ്പിൾ സ്പാർക്ക് എഞ്ചിനാണ് ബജാജ് കൊടുത്തേക്കുന്നത്. KTM-ഉമായിട്ട് ഷെയർ ചെയ്യുന്ന ഈ എഞ്ചിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് തന്നെയാണ്. ഇപ്പോൾ 2024 ബജാജിൻ്റെ NS 400 ലോഞ്ച് ആകുന്നിടം വരെ ഈ ഒരു സ്പെക്കിൽ ഇത്രയും പെർഫോമൻസ് ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന വേറൊരു വണ്ടി ഇല്ലായിരുന്നു. നൈസ്. എക്സോസ് നോട്ടെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. പിക്കപ്പൊക്കെ എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, കാര്യം ഡ്യൂക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വെയിറ്റ് കൂടുതലാണ്. പക്ഷേ പുള്ളിങ്ങിനൊന്നും വേറെ ആ ഒരു ആക്സലറേഷനിലൊരു വ്യത്യാസം ഉണ്ടെന്നല്ലാതെ വണ്ടിക്ക് പുള്ളിങ്ങൊന്നും ഒരു കുറവായിട്ട് തോന്നില്ല. കാര്യം ഒന്ന് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ പോകുന്നു. സംഭവം 22 കഴിഞ്ഞിറങ്ങിയ മോഡലാണ് വണ്ടി. ഇത് ചാർജിങ് സ്പോട്ട്, ബാക്കി ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. ഇതിൻ്റെ ഓൾമോസ്റ്റ് ഇപ്പോഴത്തെ ഒരു ഓൺ റോഡ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ് ടു 280 മറ്റോ ആണ്. എന്നാൽ പോലും ഈ ഒരു സ്പെക്കുള്ള വേറൊരു വണ്ടി നമുക്ക് അവൈലബിൾ അല്ല. ഇനിയിപ്പം ഈ വർഷം അവസാനത്തോട് വരെ തന്നെ ഡൊമിനാറിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഒരു, ഇപ്പം തന്നെ പാക്ഡ് ആണ് ആക്ച്വലി. എന്തായാലും നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നിർത്തിയേക്കാം. നാളെ ഗവൺമെൻറ് കോളേജിനാണെന്നാണ് പറഞ്ഞത്. നൈസ്. ഈ 2022 അതോ? ഓ, ബ്രോഡ് വണ്ടിയല്ലേ? എവിടെയാണ് വീട്? ഓക്കെ, എനിവേ താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു 125 ഓടിച്ചിട്ട്? പെട്ടെന്ന് ഭയങ്കര വ്യത്യാസമായിരിക്കുമല്ലോ തോന്നി? വലിക്കാതെ വരുന്ന പോലെ അല്ലേ? എനിക്കത് നേരെ തിരിച്ചു തോന്നി, ഒത്തിരി വലിക്കുന്ന പോലെയാണ് തോന്നുന്നത്. ഇല്ല, ഇത് കോപ്പിയാ. ഇത് വെക്കണ്ട കേട്ടോ, ഷോകാണ്. സ്റ്റോക്കിൻ്റെ അത്രയും പോലും വരില്ലത് കണ്ടോ. ഇപ്പം തന്നെ ഈ ഒരു പോയിന്റിലാണ് ബ്രേക്ക് കിട്ടുന്നത്. ടൈറ്റായിട്ടൊക്കെ പിടിക്കും ഇങ്ങ് വരിക. RCB ചെയ്യുവാണ് ചെയ്തത് ഒരു. അതെ അല്ലേ? അപ്പോൾ എന്തായാലും ആയിക്കോട്ടെ, കാണാം. പാസ് ചെയ്ത് പോകുന്നായിരുന്നു. ഞാൻ അത് കണ്ടിട്ട് തിരിച്ചു വന്നതാ. നമ്മുടെ എവിടെ വെച്ചാ? കോട്ടയം റൂട്ടിൽ. പോരുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പുറകെ പോകുന്നതാ. ശരി. ഇപ്പോൾ ഒത്തിരി ഹാപ്പിയായി. കാര്യം നമ്മൾ വണ്ടി ചോദിച്ചപ്പോഴേ നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ളതെന്ന് പറയുന്ന ആദ്യത്തെ ആളായിരുന്നു. ഏതായാലും ആൾക്കും ഓക്കെ ആയിരുന്നു. എന്തായാലും ഈ കമ്മ്യൂണിറ്റിയിലേക്ക് ഒത്തിരി ഇറങ്ങും തോറും നമ്മൾ നന്നായി ഹാപ്പി ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും
അടുത്ത ഏത് വണ്ടിയാ ഇതുപോലെ പിടിച്ച് ഓടിക്കണ്ടേന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് കിട്ടുന്ന വണ്ടികളെല്ലാം നമ്മൾ പിടിക്കുന്നതായിരിക്കും.